ലിപ്സൊക്കെ വരണ്ട് ഒരുമാതിരി പിഗ്മെന്റേഷൻ ഒക്കെ ആയിട്ടിരിക്കുകയാണോ? എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലിപ് മാസ്കിന്റെ ഒരു ചെറിയ റിവ്യൂ ആണ്. എനിക്ക് യൂസ് ചെയ്തിട്ട് ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ ഒട്ടും വൈകിക്കേണ്ട, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെലൈക്കൻ ഉണ്ടായിരിക്കും, അതിൽ നിങ്ങൾ ഓൾ എന്ന ഓപ്ഷനിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഈ ഒരു പ്രൊഡക്റ്റിന്റെ റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഡോട്ട് ആൻഡ് കീയുടെ ലിപ് പ്ലംബിംഗ് മാസ്ക് വിറ്റാമിൻ C+E. ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഒറിജിനൽ റേറ്റ് വരുന്നത് 295 രൂപയാണ്. അപ്പൊ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് ഫ്ലിപ്കാർട്ടിൽ നിന്നാട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ മേടിച്ചത് നല്ല റേറ്റ് കുറഞ്ഞിരുന്ന സമയത്താണ്. എനിക്ക് ഏകദേശം ഒരു 160 രൂപ ആ ഒരു റേഞ്ചിലായിരുന്നു എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ നാളിങ്ങനെ കാർട്ടിലെടുത്തിട്ടേക്കുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം നോക്കിയപ്പോൾ നല്ല റേറ്റ് കുറച്ച് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ മേടിച്ചു. കാരണം ഇതിനെ പറ്റിയിട്ട് നല്ല റിവ്യൂസ് ഉണ്ടായിരുന്നു. മേടിച്ചവരൊക്കെ നല്ല റിവ്യൂസ് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു ഇത്. അപ്പം ഞാൻ എന്തായാലും ഒരു 2 ആഴ്ച ഇപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് വന്ന ഡിഫറൻസ് ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പം നമ്മുടെ പ്രൊഡക്റ്റ് ഇത് ഈ ഒരു കുഞ്ഞു ബോക്സിലാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഈ ഒരു ബോക്സ് നമ്മൾ തുറന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തൊരു ചെറിയ ആപ്ലിക്കേറ്റർ ഉണ്ടായിരിക്കും. നമുക്ക് ഈ ഒരു മാസ്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ആപ്ലിക്കേറ്റർ ഉണ്ടായിരിക്കും. പക്ഷെ ഞാൻ ഇതേവരെ ഇത് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ കൈവച്ചിട്ട് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്തൊരു ചെറിയ ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കും. അതായത് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എങ്ങനെയാണെന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇത് നമുക്ക് രാത്രിയിൽ മാസ്ക് ആയിട്ടും യൂസ് ചെയ്യാം. ഡേ ടൈമിൽ നമുക്കിത് ലിപ് ബാം ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. രാത്രിയിൽ നമ്മൾ കുറച്ച് തിക്കായിട്ടുള്ള ലെയർ ആയിട്ട് ഒരു മാസ്ക് ആയിട്ട് അപ്ലൈ ചെയ്തിട്ട് കിടന്നുറങ്ങുക. പിറ്റേ ദിവസം നമ്മളിത് തുടച്ച് കളയുക. പിന്നെ നോർമലി നമ്മൾ ഫേസ് വാഷ് ചെയ്ത് അങ്ങനെ പൊക്കോളും. ഡേ ടൈമിൽ നമുക്കിത് ലിപ് ബാം ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം എനിക്ക് ഈ ഒരു 2 ആഴ്ച കൊണ്ട് എനിക്ക് വന്ന ഡിഫറൻസ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നവരായിരിക്കുമല്ലോ. ഇപ്പം ഞാൻ മാക്സിമം ലിക്വിഡ് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാതെ നോക്കും. കാരണം എനിക്ക് ലിക്വിഡ് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുമ്പം എൻ്റെ ലിപ്സ് ഭയങ്കരമായിട്ട് ഡ്രൈ ആകും, തൊലിയൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു വരും. അപ്പം അതുകൊണ്ട് ഞാൻ മാക്സിമം ലിക്വിഡ് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാറില്ല. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് പിഗ്മെന്റേഷൻ വരുന്നതുകൊണ്ട് ഞാൻ മാക്സിമം യൂസ് ചെയ്യത്തില്ല. കാരണം ഞാൻ അത്യാവശ്യം ലിപ്സ് കെയർ ചെയ്യണം. എനിക്ക് നമ്മുടെ ഫേസ് ഒക്കെ നമ്മൾ കെയർ ചെയ്യുന്ന പോലെ തന്നെ ഞാൻ ലിപ്സ് കെയർ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം ഞാൻ ലിപ്പ് പിഗ്മെന്റേഷൻ ഒക്കെ വരാതെ നോക്കാറുണ്ട്. പക്ഷെ നമ്മൾ എത്ര പിഗ്മെന്റേഷൻ വരാതെ നോക്കിക്കഴിഞ്ഞാലും നമ്മൾ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ചെറുതായിട്ടെങ്കിലും പിഗ്മെന്റേഷൻ വരും. പക്ഷെ ഈ ഒരു മാസ്ക് നമ്മൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് നല്ല ഡിഫറൻസ് അറിയാൻ വേണ്ടി പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ അകത്ത് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പം വിറ്റാമിൻ സിയും വിറ്റാമിൻ ഇയും ആണ്. വിറ്റാമിൻ സി എന്ന് പറയുമ്പോൾ നമ്മുടെ പിഗ്മെന്റേഷൻ ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ടും നമ്മുടെ ലിപ്സിന് നാച്ചുറൽ ആയിട്ടുള്ള കളർ തരാൻ വേണ്ടിയിട്ടും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ വിറ്റാമിൻ ഇ നമ്മുടെ ലിപ്സിനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ആക്കി വെക്കാൻ വേണ്ടിയിട്ടും, നമ്മുടെ ഈ ലിപ്സ് ഇങ്ങനെ പൊട്ടുന്നതും തൊലി പൊളിയുന്നതും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ മാറ്റി നമ്മുടെ ലിപ്സിനെ നല്ല ഹെൽത്തി ആക്കി വെക്കാൻ വേണ്ടിയിട്ടും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഇങ്ങനെ ഒരു കുഞ്ഞു കണ്ടെയ്നറിലാണ് കിട്ടുന്നത്. ഇത് 15 ml ആണ് വരുന്നത്. നല്ല ഭംഗിയുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കണ്ടെയ്നർ ആട്ടോ. എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മളിത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു കവർ ചെയ്തിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. ഇങ്ങനെ ഒരു കവർ ചെയ്തിട്ടുള്ള ഒരു കവറിങ് ഉണ്ട്, മനസ്സിലായില്ലേ? അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഇരിക്കും. അത് ഞാൻ എടുത്ത് കളഞ്ഞു കേട്ടോ. കവർ ചെയ്തിട്ടുള്ള ഒരു സംഭവം ഞാൻ എടുത്ത് കളഞ്ഞു. പിന്നെ നമുക്ക് ഇത്രയാണ് ഇങ്ങനെ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഒരു ചെറിയ ടിൻറ്റഡ് ആണിത്. ഭയങ്കര ഒരുപാട് കളറൊന്നല്ല, ചെറുതായിട്ടൊരു ടിൻറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. ചെറുതായിട്ട് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. ഞാൻ ഓൾറെഡി ലിപ്സ്റ്റിക്ക് ഇപ്പം ഇട്ടേക്കുന്നതുകൊണ്ട് അതിന്റെ പുറത്ത് ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കാത്തതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു ടിൻറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ്. ഇപ്പൊ നിങ്ങൾ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ചെറിയൊരു കളർ ലിപ്സിൽ വേണമെന്നുണ്ടെങ്കിലും ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് രാത്രിയിൽ മസ്റ്റായിട്ട് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. രാത്രിയിൽ ഞാൻ ഒഴിവാക്കത്തേ ഇല്ല. രാത്രിയിൽ കുറച്ച് തിക്കായിട്ട് മാസ്ക് പോലെ അപ്ലൈ ചെയ്യും. അതിനുശേഷം നമ്മൾ കിടന്നുറങ്ങും. രാവിലെ ആകുമ്പം അത് തൂത്തുകളയും. പിന്നെ നമ്മൾ ഫേസ് വാഷ് ചെയ്ത് അങ്ങനെ അങ്ങ് പൊക്കോളും. പിന്നെ രാവിലെ ആകുമ്പം രാവിലെ നമ്മൾ ചെറുതായിട്ടൊരു സ്കിൻ കെയർ ചെയ്യുമല്ലോ, അപ്പം ആ ഒരു സമയത്ത് ലിപ് ബാം ആയിട്ട് ഇത് അപ്ലൈ ചെയ്യാറുണ്ട്. പിന്നെ നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് നല്ല ഹെൽത്തി ആയിട്ട് ലിപ്സ് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നമ്മുടെ ലിപ്സ് നന്നായിട്ട് കെയർ ചെയ്യണം. നമ്മൾ ആഴ്ചയിൽ ഒരു 2 തവണയെങ്കിലും ലിപ്സ് നന്നായിട്ട് സ്ക്രബ് ചെയ്യാൻ വേണ്ടി നോക്കുക.
ഷുഗറും പിന്നെ തേനും കുറച്ച് നാരങ്ങാനീരും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ലിപ്സ് ഒന്ന് സ്ക്രബ് ചെയ്യുക. നമ്മുടെ ഡെഡ് ആയിട്ടുള്ള സ്കിന്നൊക്കെ പോകാൻ വേണ്ടിയിട്ടും നമ്മുടെ ലിപ്സ് നല്ല നല്ല ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ടും അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ നിങ്ങൾ സ്മോക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ സ്മോക്ക് ചെയ്യുന്നവർക്ക് എപ്പോഴും ലിപ്സിൽ പിഗ്മെന്റേഷൻ ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ പുക വലിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നന്നായിട്ട് ലിപ്സ് വേണമെന്നുണ്ടെങ്കിൽ അത് വേണ്ടാന്ന് വെക്കുക. പിന്നെ നിങ്ങൾ വെള്ളം കുടിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടി നോക്കുക. ഇപ്പൊ നിങ്ങൾ വെള്ളം കുടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലിപ്സിൽ പിഗ്മെന്റേഷൻ വരും, അതുപോലെ തന്നെ ഡ്രൈ ആകാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും രോഗങ്ങളുണ്ട്, നിങ്ങൾ എന്തെങ്കിലും മെഡിസിൻ എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഈ ഒരു ലിപ് ബാം യൂസ് ചെയ്തത് കൊണ്ട് പിഗ്മെന്റേഷൻ മാറണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതല്ലാതെ നമ്മൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് ഡോക്ടർ പറയുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യുക. അല്ലാതെ നമുക്കിപ്പം നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ലിപ്സ് കെയർ ചെയ്യാതെ അല്ലെങ്കിൽ വെള്ളം കുടിക്കാതെ അല്ലെങ്കിൽ ലിപ്സ്റ്റിക് ഒക്കെ ഇടുന്നത് വഴി നമ്മുടെ ലിപ്സിലുണ്ടാകുന്ന പിഗ്മെന്റേഷൻ ഡ്രൈനെസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കും ഈ ഒരു പ്രൊഡക്റ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് ഒരു ധാരണ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ലിപ് കെയറിനെ പറ്റിയിട്ടും ഒരു ധാരണ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എനിവേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.